വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആസ് ഏഞ്ചൽ. സോ ഇന്ന് മെയ് 2 30ാമത്തെ നോമ്പ് അങ്ങനെ കിട്ടി. സോ നോമ്പൊക്കെ തുറക്കാനായിട്ട് നമ്മളിങ്ങനെ വാങ്ങും വെയിറ്റ് ചെയ്തിരിക്കുക. പവർ ഇച്ചു ലാസ്റ്റ് നോമ്പാണ് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചെടുത്തതാണ്. കുറേ നേരമായി വാങ്ങ് കൊടുക്കാനായോ എന്ന് ചോദിച്ച് ഇങ്ങനെ നടക്കുന്നു. സോ ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഇനി മൈലാഞ്ചി ഇടൽ പരിപാടികളൊക്കെ തുടങ്ങാൻ. സോ ഇങ്ങനെ ബാങ്ക് വെയിറ്റ് ചെയ്ത് എല്ലാവരും കൂടി ഇരിക്കുകയാണ്. കസിൻസ് എല്ലാവരും കൂടി ശശിൻ്റെ വീട്ടിലായിരുന്നു ലാസ്റ്റ് നോമ്പ് തരാം. സോ അങ്ങനെ അതാ പെട്ടെന്ന് ബാങ്കൊക്കെ കൊടുത്തു. 6:57 സംതിങ്ങാണ് ബാങ്കൊക്കെ കൊടുത്തു. എല്ലാവരും എല്ലാം നോമ്പൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഇറച്ചി കേക്ക്, സെമൂസ, പഴം നിറച്ചത്, ബ്രെഡ് ഐറ്റംസ്, കരക്ക, ജ്യൂസ്, വെള്ളം, ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും നോക്കുന്നുണ്ടാവും ഇതെന്താ പതിവില്ലാതെ ഇത്ര തെളിച്ചും ഭയങ്കര ലൈറ്റൊക്കെയാണ്. പുതിയ റിംഗ് ലൈറ്റ് വാങ്ങിയതാണ്. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും കൂടി ഫോട്ടോഷൂട്ടും പരിപാടികളും പിന്നെ വ്ളോഗൊക്കെ ചെയ്യുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് റിംഗ് ലൈറ്റ് വാങ്ങി. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് ഈ ഒരു ഇതിൽ നടക്കുന്നത്. അപ്പോൾ റിംഗ് ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോലും അറിയില്ല. അപ്പോൾ റേസിയാണ് സെറ്റ് ചെയ്തെന്ന് വെച്ച് നോക്കിയതാണ് എന്താ അവസ്ഥ എന്ന്. അപ്പം നല്ല വൈബുണ്ട്. ഇത് റിംഗ് ലൈറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി വീഡിയോക്കൊക്കെ ക്ലാരിറ്റി കിട്ടും. പിന്നെ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ നോമ്പൊക്കെ തുറന്ന് നേരെ നിസ്കരിക്കാൻ ഒക്കെ പോയി. അതൊക്കെ കഴിഞ്ഞതാ നേരെ മൈലാഞ്ചിടൽ ചടങ്ങിലേക്ക് പോവാണ്. ശരിക്കും ഈ മൈലാഞ്ചി ഇട്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ ഒരു വൈബ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് അത് കാണാനാണ്. കാരണം ഇപ്പോൾ ബ്ലാക്കായിട്ട് നല്ല രസമുണ്ടാവും, പിക്കൊക്കെ എടുക്കാൻ സെറ്റാണ്. പക്ഷെ രാവിലെ എണീക്കുന്നത് തന്നെ ഈ മൈലാഞ്ചി ചുവന്നോ അല്ലെങ്കിൽ ഓറഞ്ച് കളറാണോ ബ്രൗൺ ആയോ റെഡായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ റേസുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ടുതരാം. എല്ലാവർക്കും ഒരു 5-6 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 5-6 2 കയ്യിൽ വിട്ട് റേസുമാണ് മൈലാഞ്ചി ഇട്ടുതരാം. വേറെ ആർക്കും മൈലാഞ്ചി ഒന്നും ഇടാനറിയില്ല. സോ ഞാനിതാ ഇങ്ങനെ 2 കയ്യിൽ റേസിനെ കൊണ്ട് റേസ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഫുള്ളി ഇട്ട് തരില്ല, കുറച്ച് ഇട്ട് തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 കൈയും ഇങ്ങനെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുക. പാവാണ്, കുറേ നേരം ഇങ്ങനെ കുനിഞ്ഞ് എല്ലാവർക്കും ഇട്ട് തരാണ്. ഇതിൻ്റെ ഇടയിൽ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ട് പാട്ടും കുത്തു ഡാൻസൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ കട്ട് ചെയ്താണ്. സോ എന്തോ ഭാഗ്യത്തിൽ ഇന്ന് ഞാനാണ് ആദ്യം ഇരുന്നത്. സാധാരണ ഞാനാണ് അവസാനം ആവല്. ഇന്നെന്തോ ഭാഗ്യത്തിൽ ഫസ്റ്റ് ഞാനായതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും എൻ്റെ മൈലാഞ്ചി ഇടലും കഴിയുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ ഫസ്റ്റ് എൻ്റെ കഴിഞ്ഞു. അടുത്തത് വാവാച്ചിരുന്ന് ഇന്ന ഡിസൈൻ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഞാനിതാ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. അടുത്ത പെരുന്നാൾ നിസ്കരിക്കാനായിട്ട് ഉറങ്ങിയിട്ടു. രാവിലെ തന്നെ പിക്ക് എടുക്കാനായിട്ട് ബീച്ചിലൊക്കെ പോയി പിക്കൊക്കെ എടുത്ത് നേരെ വീട്ടിൽ പോയി. കസിൻസ് എല്ലാവരും കൂടി ഫുഡൊക്കെ ഒരുമിച്ച് കഴിച്ച് നേരെ റൂമിൽ കയറി. പിന്നെ ഒരു പാട്ടും ഡാൻസും കൂത്തൊക്കെ എടുത്തു. ഒച്ചയും ബഹളമൊന്നും നോക്കണ്ട. എല്ലാവരും ഫോട്ടോഷൂട്ടിൻ്റെ ടൈം ഒരു 1.5 മണിക്കൂറോളം എല്ലാവരും സെൽഫിയും കുൽഫിയും ഇങ്ങനെ എടുക്കുക അങ്ങനെ എടുക്കുക, സിംഗിള് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോഷൂട്ടായിരുന്നു. Welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ് അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ഇങ്ങനെ അങ്ങനെ വീട്ടിലെ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി നേരെ എക്സ്പോയ്ക്ക് പോയി. കാലിക്കറ്റുള്ള എക്സ്പോ ആണ്. അവിടെ മെയിൻലി ഈ കുഞ്ഞു മക്കൾക്കൊക്കെ നടക്കും. അതായത് ഒരു ബേർഡ്സ് ആൻഡ് ആനിമൽസിൻ്റെ സൗണ്ട്, അതിൻ്റെ മിനി രൂപങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു.
സോ കാലിക്കറ്റ് വെൽക്കംസ് ടു കാലിക്കറ്റ് എക്സ്പോ. സോ അവിടെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. അധികവും നമ്മൾ അന്യനാട്ടിലുള്ള ടീംസാണ്, തമിഴ്നാട്, കർണാടക ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ അന്ന് ഹോളിഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഞങ്ങൾ മാത്രം തന്നെ ആയിരുന്നു അവിടെ ഒരു മലയാളിയായിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടുള്ളൂ. ബാക്കി ഫുള്ളും ഗ്രൂപ്പായിട്ട് ഫാമിലി ആയിട്ട് അന്യനാട്ടിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. നല്ല റഷ് ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഗേൾസ് മാത്രമാണ് പോയത് കേട്ടോ. ബോയ്സിന് ആരെയും കിട്ടിയില്ല, ഗേൾസ് മാത്രമാണ് പോയത് കസിൻസിൽ. അപ്പോൾ ഞങ്ങൾ പോയി ടിക്കറ്റൊക്കെ എടുത്ത് നേരെ എക്സ്പോയിലേക്ക് കയറി. ഇത് ബാലിട്ടാണ് ആവശ്യമുണ്ടാകുന്ന ബാലിട്ടാണ്. എല്ലാ എക്സ്പോയിലുള്ള സാധനങ്ങൾ പരിപാടികളൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ഉള്ളത്. വലുതായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. സോ അതാണ് ഞാൻ വീഡിയോ സ്പീഡ് ചെയ്തത്. നിങ്ങളൊക്കെ ഇത് ഒരുപാട് 1000 വട്ടം ഇതൊക്കെ കണ്ടതായിരിക്കും. നല്ല റഷ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ നിന്ന് പിക്കെടുക്കാനുള്ള ആ ഒരു ഇതൊന്നും കിട്ടിയില്ല. ആ ഒരു ഒഴുക്കിനങ്ങ് പോവുമായിരുന്നു. സോ എന്നെ ആ ഒരു വീഡിയോ എടുത്ത് തരാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുക്കായിരുന്നു. ഇനി ആരും എടുത്ത് തരില്ല എന്ന് പറഞ്ഞു. സോ ഞാൻ തന്നെ എടുത്തിട്ട് ഞാൻ തന്നെ നടക്കുമായിരുന്നു. പിന്നെ നിന്നത് ഈ ടോയ്സ് ഏരിയയിലാട്ടോ. കാരണം ഈ പെണ്ണ് നല്ല ബ്യൂട്ടിഫുൾ ഒരുപാട് പെന്നുകളുണ്ട്. പിന്നെ ബുക്ക് സ്റ്റാളൊക്കെ കണ്ടപ്പോൾ വെറുതെ ഒരു ഷോ ഓഫിന് വേണ്ടി ബുക്ക് എടുത്ത് മറിച്ചതാണ്. പിന്നെ ഞങ്ങൾ നിന്നത് ഈ ഒരു ഗെയിംസ് ഏരിയയിലാട്ടോ. അവിടെ ഒരു ഗെയിം ഞങ്ങൾ കളിച്ചു. അതായത് നമുക്ക് 30 to 40 റുപ്പീസ് എന്തോ ആണ്. നമുക്ക് 6 ബോൾ ഉണ്ടാവും. ഒരു ബൗളിൽ 6 ബോൾ തരും. 1 to 6 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കും. സോ നമ്മളിത് ചാൻസ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് ഓരോ ബോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം വൺസാക്കി ഇടണം. ഒറ്റയടിക്ക് ഇടാൻ പറ്റില്ല, ഓരോന്നായിട്ട് ഇടണം. അപ്പോൾ ഏത് നമ്പറിലാണോ വീഴുന്നത് അത് ടോട്ടലി ഇവർ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ടോട്ടൽ കൗണ്ടിൽ അവിടെ കുറേ പ്രൈസസ് വെച്ചിട്ടുണ്ടാവും. അത് ഏതാണെന്ന് വെച്ചാൽ എഴുതി തരും. അതിൽ കുറേ ഫ്രിഡ്ജ്, പിന്നെ വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വെറുതെ ഷോ ഓഫാണ്, നമുക്കറിയാം. സോ ഞങ്ങൾ കളിച്ചിട്ട് ഞങ്ങൾക്കൊരു കപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിലാണ് ഒരു കോമഡി ഉണ്ടായത്. പ്രൈസായിട്ട് കപ്പാണ് കിട്ടിയെങ്കിലും ആ ബോൾസ് വെച്ച പാത്രമായിട്ടായിരുന്നു ഞാൻ അറിയാതെ നടന്നത്. അയാൾ വിളിച്ചപ്പോഴാണ് സംഭവം കത്തിയത്. അങ്ങനെ നേരെ ഞങ്ങൾ ഈ ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോയി. മെയിൻലി എല്ലാ പ്ലേസിലും എക്സ്പോയിൽ അങ്ങനെയാണല്ലോ. ലാസ്റ്റ് ഫുഡിൻ്റെ ഏരിയ, അത് കഴിഞ്ഞ് റൈഡ്സ്. സോ അവിടെ മുളക് ബജി ആസ് യൂഷ്വൽ എല്ലാ പ്ലേസിലുള്ള പോലെ മുളക് ബജി, കോളിഫ്ലവർ, പിന്നെ ഐസ്ക്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കോളിഫ്ലവർ വാങ്ങി, ഒപ്പം കോഫിയും. അതൊക്കെ മെല്ലെ സൈഡിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ച്. നല്ലൊരു മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. മഴ പക്ഷേ ഹെവി ആയിട്ടൊന്നും പെയ്തില്ല, ജസ്റ്റ് ഒന്ന് ചാറിപ്പോയി. ഫുഡൊക്കെ കഴിക്കുമ്പോഴും മനസ്സിൽ ഏത് റൈഡിൽ കയറുന്നായിരുന്നു. എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് നേരെ റൈഡ് സെക്ഷനിലേക്ക് പോയി.
റൈഡ് കയറുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാക്കിലിരിക്കണം, എന്നാൽ ആ ഒരു വൈബ് കിട്ടുള്ളൂ. ഈ ഒരു കാര്യവും പറഞ്ഞത് നമ്മൾ വാശി പിടിച്ച് നേരെ ബാക്കിൽ പോയിരുന്നതാണ്. കുറേ ബോയ്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് ബാക്കിലിരിക്കുന്നു പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് ബാക്കിൽ പോയിരുന്നതാണ്. പക്ഷേ ഫുൾ ഹിന്ദിവാല ടീംസായിരുന്നു അധികം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്പീഡ് കൂട്ടണം എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലായിരുന്നു ഇത് കേൾക്കുന്നത്. സോ റൈഡ്സൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് എൻഡിങ് കുറേ ഒരു ഗാർഡൻ ഏരിയ പോലെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ ടൈം അപ്പോഴത്തേക്ക് ഒരു 6:45 7 മണി ആയിട്ടുണ്ട് കേട്ടോ. സോ പുറത്താണെങ്കിൽ പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല റഷുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ മെയിൻ റോഡ് കൂടെ നടക്കാൻ പറ്റില്ല, കാരണം നല്ല ഹെവി റഷാണ്, ആൾക്കാരെ കൊണ്ട് തിരക്കാണ് വണ്ടി. സോ ബീച്ചിലൂടെ മെല്ലെ നടന്ന് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിക്കഴിച്ച് നേരെ ബസ്സും കയറി വീട്ടിലേക്ക് പോയി. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഈദ് വിശേഷങ്ങൾ. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.